Tourism can be developed so much more. വയനാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. നിങ്ങളുടെ വിനോദസഞ്ചാരം ഇനി ഒരുപാട് നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. Health facilities, education facilities can be improved, access can be improved. അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിലൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. I know you have a huge issue of human-animal conflict. Everybody should sit down, find solutions which work for all sides. എനിക്കറിയാം നിങ്ങൾക്കിവിടെ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം പരിഹരിക്കാനുണ്ട്. ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അതിന് കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. I know my brother has worked hard to pressurize both the state government and the central government to provide facilities and to do many of these things. എനിക്കറിയാം ഈ പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ സഹോദരൻ തന്നാലാവുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. But the starkest example of a flawed politics is that when Wayanad went through such a terrible tragedy, when Rahul and I came here, I met with people who had lost their whole families, young children whose whole families had been wiped out, families whose whole livelihood, their homes, everything had been washed away by the landslide. It was a tragedy that even shook us up so much, and we travel around the country, we see so much pain, so much suffering. But it shook us because we have never seen such a great tragedy happen in such a small area where so many families have been affected all at once. വയനാട്ടിൽ നടന്ന നമ്മൾ എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തം, ഒരു വലിയ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ വലിയ ദുരന്തം നടന്ന രാഹുലും ഞാനും ഇവിടെ വന്നപ്പോൾ മനുഷ്യരുടെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ, കുഞ്ഞുങ്ങളെ എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട മനുഷ്യർ, ഇത് ഞങ്ങളെ ആകെ ഉലച്ചു. ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ്. ഈ ദുഃഖം കാണുമ്പോൾ ഇത്രയും ചെറിയ സ്ഥലത്തുണ്ടായ ഇത്രയും വലിയൊരു ദുരന്തത്തിൻ്റെ വ്യാപ്തി രാഹുലിനെയും എന്നെ ഇവിടെ വന്നപ്പോൾ വല്ലാതെ ഉലച്ചു കഴിഞ്ഞു. And the Prime Minister also came here during that tragedy. He also met those victims. But he did not send the funds that were required to help them. ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്ത് ജനങ്ങളെ ബഹുമാനിക്കാത്ത ഒരു രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ്. പ്രധാനമന്ത്രി ഇവിടെ വന്നു, അവിടെ ദുരന്തബാധിതരായ ആളുകളെ കണ്ടു, അതിജീവരെ കണ്ടു. പക്ഷെ അവർക്ക് വേണ്ട കൃത്യമായ സഹായം, സാമ്പത്തിക സഹായം നൽകാൻ അദ്ദേഹം തയ്യാറായില്ല ഇതുവരെ. And so I go back to sister standing here. I go back to the Corinthians 13. It says that if you do acts of goodness but you don't have love in your heart, then you are just a clanging cymbal. ഞാൻ അവിടെ നിൽക്കുന്ന എൻ്റെ സഹോദരിമാരുടെ അടുത്തേക്ക് പോയി, അവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സിനോട് പോയിട്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കൊറിന്ത്യൻസ് 13 പറയുന്ന ആ വാചകം പറയാണ്, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ സ്നേഹമില്ലെങ്കിൽ ആ പ്രവൃത്തിക്ക് യാതൊരു അർത്ഥവുമില്ല, അത് വെറും ഒരു പ്രതീകം മാത്രമായി മാറുകയാണ്. And what bigger symbol of this can it be that the Prime Minister comes here, he meets the victims of the tragedy, he promises them he is going to help, and then for months he does not send the funds to help them. അതുപോലെ ഹൃദയത്തിൽ സ്നേഹമില്ലാതെ ഒരു കാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഏത് വേറെ ഉദാഹരണം വേണം? പ്രധാനമന്ത്രി ഇവിടെ വന്നു, ഈ ദുരന്തബാധിതരായ ആളുകളെ സന്ദർശിച്ചു, അവർക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു, പക്ഷെ ദിവസങ്ങൾ മാസങ്ങളായിട്ടും ഇതുവരെ അവർക്ക് വേണ്ട സഹായം കൊടുത്തിട്ടില്ല എന്നതിൽ പരം മറ്റൊരു ഏത് ഉദാഹരണമാണ് നിങ്ങൾക്ക് വേണ്ടത്? So this strain of politics that is prevalent in the country today, in which only power matters and people do not matter, needs to be changed. അതുകൊണ്ട് ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയം, അതില് ജനങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത, അധികാരത്തിന് മാത്രം പ്രാധാന്യമുള്ള ഈ രാഷ്ട്രീയം, ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയം മാറിയേ പറ്റൂ ഈ രാജ്യത്ത്. You need to remind the country, you need to remind the leaders of the BJP that it is the people who have power in a democracy. നിങ്ങൾ ഈ രാജ്യത്തെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, ഈ രാജ്യത്തെ ഓർമ്മിപ്പിക്കണം, ബിജെപിയെ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കണം, ഒരു ജനാധിപത്യത്തിൽ അധികാരം എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിലാണെന്ന് ബിജെപിയെയും ഈ രാജ്യത്തെ നിങ്ങൾ ഓർമ്മിപ്പിക്കണം. And your greatest power is your vote. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ടാണ്. This is the power the Constitution has given you to change your futures. നിങ്ങളുടെ ഭാവി മാറ്റാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ശക്തിയാണ് നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത്. I want to help you to chart a new future for yourselves.
നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഭാവി രൂപവൽക്കരിക്കാൻ, അതിന് വഴിയൊരുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. I want to reach out to as many of you as I can. Come to your homes, understand your issues, understand the depth of your problems. I want to know which are the biggest issues and how we can tackle them and how we can move forward to pressurize the governments to act on your behalf. എനിക്ക് എന്നാൽ ആവുന്ന വിധത്തിൽ കഴിയുന്നിടത്തോളം നിങ്ങളെ നേരിട്ട് കാണണം. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം, നിങ്ങളുടെ കൃത്യമായ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ഗവൺമെന്റുകൾക്ക് സമ്മർദ്ദം ചെലുത്താൻ എനിക്ക് ആവുന്നത് ചെയ്യാൻ കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. We don't have a government in the center and we don't have a government in the state. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും നമുക്കിപ്പോ ഗവൺമെന്റ് അധികാരത്തിലില്ല. But we have the strength of your voice, and I can raise your voice at every platform. I can raise your voice in parliament. I can ask for what you want, demand for your needs on every platform possible. നമുക്ക് രണ്ട് ഗവൺമെന്റുകൾ അധികാരത്തിലുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമുക്ക് നിങ്ങളുടെ ശബ്ദത്തിന്റെ കരുത്തുണ്ട്. ആ ശബ്ദത്തിന്റെ കരുത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും സാധ്യമായ ഏത് വേദിയിലും ഉയർത്താനും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പോരാടാനും എനിക്ക് സാധിക്കും. For me, your love is sacred. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വയനാട്ടുകാരുടെ സ്നേഹം എന്ന് പറയുന്നത് പരിപാവനമായി, പുണ്യമായി ഞാൻ കരുതുന്നു. Each one of you is a responsibility for me. Each one of you is a duty. Each one of you symbolizes a trust and faith that you are placing in me, and I will not let you down. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ, നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഞാൻ ഒരിക്കലും വയനാട്ടുകാരായ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. I see so many young girls and boys the age of my own children. I know how you are well educated. Your parents have worked hard to educate you. ഇവിടെ ഞാൻ ഒരുപാട് ചെറുപ്പക്കാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാണുന്നത് എൻ്റെ മക്കളുടെ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളാണ്. എനിക്കറിയാം നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. And for me it would be a mission to provide you, to help you to get a better future for yourselves. ഇവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് മികച്ച ഒരു ഭാവി ഉണ്ടാക്കി എടുക്കുക എന്നത് എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു. Like that little girl there, I would like to see her grown up and independent and earning for herself. അവിടെയുള്ളൊരു ചെറിയ പെൺകുട്ടിയെ കണ്ടോ? ഞാൻ അവള് വളർന്ന് വലുതാകുമ്പോൾ സ്വന്തമായിട്ട് വരുമാനമുണ്ടാക്കി സ്വതന്ത്രയായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I look forward to a journey with you of understanding, of respect, and of fighting for whatever you want and whatever you feel are your strongest needs over here. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള മനസ്സിലാക്കലിൻ്റെ, ബഹുമാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു യാത്ര. നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് കഴിയുന്ന വിധത്തിൽ പരിഹാരം കണ്ടെത്താൻ വയനാട്ടുകാരോടൊപ്പമുള്ള സ്നേഹത്തിൻ്റെയും യാത്രയുടെ, സ്നേഹത്തിൻ്റെ മനസ്സിലാക്കലിൻ്റെ ഒരു യാത്രയിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ്. Thank you for your love and affection. And thank you for waiting for me here today and for listening to me. നിങ്ങളുടെ സ്നേഹത്തിനും ഇഷ്ടത്തിനും വളരെയധികം നന്ദി. എന്നെ കാത്തു നിന്നതിനും എന്നെ ശ്രവിച്ചതിനും കേട്ടതിനും വളരെയധികം നന്ദി. I am very grateful to you. ഞാൻ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നന്ദി. You're saying that I am speaking too long. Should I speak less? No. This is a hard touch. ഞാൻ ഒരുപാട് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. നീണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ് അത് കൂടിപ്പോയോ എന്ന്. നമ്മുടെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകർക്കും